ഹായ് ഗൈസ്, അപ്പോൾ ഞാനിന്ന് ഏതർ കൊണ്ട് സ്വിഗ്ഗി ഓടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ചാർജിനിടുകയാണ്. അപ്പോൾ 10:46 100% ആവേണ്ട സമയം. ഇപ്പോൾ സ്കൂട്ടർ 80% ചാർജ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 100% ചാർജ് ആയതിനു ശേഷം എത്ര കിലോമീറ്റർ ഓടുമെന്ന് നോക്കാം. അപ്പം ഇപ്പോൾ 100% ചാർജ് ആയിരിക്കുകയാണ്. അപ്പം വാർപ്പ് മോഡിൽ 75 ആണ്. അപ്പോൾ നമ്മൾ എക്കോ മോഡിലാണ് ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് വാർപ്പിൽ നിന്ന് നമുക്ക് നേരെ സ്കൂട്ടറിന് നമുക്ക് എക്കോ മോഡിലോട്ട് മാറ്റാം. അപ്പോൾ 100%-ൽ 110 കിലോമീറ്റർ പോകും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ട്രിപ്പ് മീറ്ററും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. 00 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വിഗ്ഗി ഓടുന്നത് 11 to 4 മണിക്കുള്ള ഷിഫ്റ്റാണ്. 11 to 4 ആ ഷിഫ്റ്റാണ് ഞാൻ ഓടുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് എത്ര കളക്ട് ചെയ്യാം, എത്ര രൂപ പെട്രോളിനാകും എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോയാലോ. പിന്നെ സ്വിഗ്ഗിയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. സ്വിഗ്ഗി ഇപ്പോൾ ഭയങ്കര മോശമാണ്. നമുക്ക് പെട്രോൾ അലവൻസ് ഒന്നും കിട്ടുന്നില്ല. ഭയങ്കര ഓർഡർ പോലും കിട്ടാത്ത സാഹചര്യമാണ്. അതും 25 രൂപയാണ് ഒരു ഓർഡർ തിരുവനന്തപുരം സിറ്റിയിൽ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇന്ന് ജസ്റ്റ് ഒരു മഴയുള്ള ദിവസമാണ്. അപ്പോൾ 10.8 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് സോണിലേക്ക് കയറാൻ 10.8 കിലോമീറ്റർ സഞ്ചരിക്കണം എനിക്ക്. അപ്പം ഞാനിപ്പോൾ തിരുമലയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി എൻ്റെ വണ്ടിയിൽ ചാർജുള്ളത് 89%. 97 കിലോമീറ്റർ പോകും. ട്രിപ്പ് 10.8 ആയിട്ടുണ്ട്. നമുക്ക് ഇത് ആപ്പ് ഓണാക്കിയിട്ട് നമുക്ക് ഓൺലൈൻ ആകാം. പുതുതായിട്ടൊക്കെ ഓടുന്നവർ ശ്രദ്ധിക്കുക. നമുക്ക് ഈ സ്വിഗ്ഗി ഓടുന്നതിന് ഈ പരസ്യങ്ങൾ കണ്ട് ആരും ഇതിലോട്ട് വരരുത്. കാരണം ഭയങ്കര ശോകാവസ്ഥയാണ്. പൈസ ഒട്ടും സമ്പാദിക്കാൻ, അതായത് നമുക്ക് ലാഭമൊന്നുമില്ല. അതാണ് ഇതിൻ്റെ വേറെ വിഷയം. പെട്രോൾ അടിച്ചും പൊടി നമുക്കിപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മൊബൈൽ ഫോൺ ഓണാക്കിയിട്ട് ഇതാണ് നമ്മുടെ ആപ്പ്. 20 രൂപ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. മഴയായത് കാരണമാണ്. അപ്പം മഴ കൂടെ ഉള്ളൊരു ദിവസമാണ് ഓടി ഞാൻ കാണിക്കുന്നത്. മഴയില്ലാത്ത ദിവസം നമുക്ക് വേറൊരു വ്ളോഗായിട്ട് ചെയ്യാം. ഇതിൽ സർജ് ഇപ്പോൾ 12 to 2 മണി വരെ 7 രൂപയാണ്. അപ്പം ഈ സമയത്ത് മഴയുണ്ടെങ്കിൽ നമുക്ക് 27 ആയിട്ട് സർജ് കിട്ടും. ഇല്ലെങ്കിൽ 7 രൂപ മാത്രമേ എക്സ്ട്രാ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓൺലൈൻ ആവുകയാണ്. ഗോ ഓൺലൈൻ. ഓക്കെ, അപ്പോൾ ഡ്യൂട്ടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, സ്വിഗ്ഗി ഓടുന്ന സമയത്ത് യൂണിഫോമും അതേപോലെ ബാഗും മസ്റ്റാണ്. ഇല്ലെങ്കിൽ അവർ ഫൈൻ ഇട്ട് തരും. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 11 to 4 ഷിഫ്റ്റ് ഉള്ളവർ 11:30 മുമ്പെങ്കിലും കയറണം. എന്നാൽ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടുകയുള്ളൂ. എത്രയാണോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഇൻസെൻറ്റീവ് അത് കിട്ടണമെങ്കിൽ ആ ഷിഫ്റ്റിൽ തന്നെ 4.5 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 11 to 4 മണിയുള്ള ഷിഫ്റ്റ് ആണെങ്കിൽ ഞാനിപ്പോൾ 11 മണിക്ക് ഓൺലൈനായി. അപ്പോൾ 3:30 മണി വരെ ഞാൻ വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. അതും കണ്ടീഷൻസ് ഉണ്ട്. ഒരു ഓർഡർ മാത്രമേ നമുക്ക് റിജക്റ്റ് ചെയ്യാനും പറ്റുകയുള്ളൂ. ഇത് പാർട്ട് ടൈമിൻ്റെ ഷിഫ്റ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. പാർട്ട് ടൈമിൻ്റെ ഷിഫ്റ്റുകൾ 7 to 11, 11 to 4, 4 to 7, 7 to 11 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യണം. എന്നാൽ ഈ ഇൻസെൻറ്റീവ് നമുക്ക് അടിക്കണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ സമയത്ത് തന്നെ പോകണം. ഇതാ എനിക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിരിക്കുകയാണ്. അത് ഇൻസ്റ്റാമാർട്ടാണ്. പൂജപ്പുര ഇൻസ്റ്റാമാർട്ടിലെ ഓർഡറാണ്. ഓക്കെ, നമുക്കത് കൺഫേം കൊടുത്തു. ഓക്കെ, അപ്പോൾ മുടവൻ മുകളുള്ള ഇൻസ്റ്റാമാർട്ടാണ്. നമുക്ക് നേരെ ഇൻസ്റ്റാമാർട്ടിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാമാർട്ടിലെത്തി. ഇത് കളക്ട് ചെയ്തു. ഇതാ സാധനം കൊടുത്തു. അപ്പം ഡെലിവറി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മഴ ഉള്ളത് കൊണ്ട് എനിക്ക് അതുൾപ്പെടെ 45 രൂപ ഫസ്റ്റ് ഓർഡർ തന്നെ കിട്ടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ 25 രൂപയാണ് 5 കിലോമീറ്റർ കിട്ടുന്നത്. ഇപ്പോൾ 45 രൂപ 20 രൂപ റെയിൻ കാണിച്ച് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എൻ്റെ ബാഗ് കീറിയിരിക്കുകയാണ്. അത് നിങ്ങൾ ആരും ശ്രദ്ധിക്കേണ്ട. ഇത് പുതിയൊരു ബാഗ് വാങ്ങണം. പിന്നെ ഗൈസ്, ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗാണ്. ഓർഡർ അടിക്കുകയാണ്. ഇപ്പോൾ ഒരു ഓർഡർ അടിച്ച് 45 രൂപ കിട്ടി. 38 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഒരു ഓർഡർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഭയങ്കര ശോകമാണ്. എങ്ങനെ നമ്മൾ ജീവിച്ച് പോകുന്നു എന്നേ ഉള്ളൂ. കട്ട പോസ്റ്റാണ് റോഡിൽ.
ഇപ്പം ഞാൻ ഹോട്ടൽ ഐശ്വര്യയുടെ മുമ്പിലാണ്. അങ്ങനെ ഗൈസ് ഇപ്പോൾ സമയം ഇതാ 2:30 ആയിട്ടുണ്ട്. 52% ബാക്കിയുള്ളത്. 52 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 54 കിലോമീറ്റർ ഇനി ബാക്കി ഓടും. എക്കോ മോഡിലാണ്. അപ്പോൾ ഇത്രയും സമയം ഏകദേശം 2-2.5 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ 52 കിലോമീറ്ററാണ് ഓടിയത്. ഓക്കെ, ഇപ്പോൾ നോക്കൂ 4.5 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ 4.5 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 12 ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് കിട്ടിയത് എത്ര? 524 രൂപയാണ്. 524 രൂപയാണ് ഈ 4.5 മണിക്കൂറിൽ കിട്ടിയത്. അത് ഇൻസെൻറ്റീവ് ഒന്നും ഇല്ലാതെ. പിന്നെ ഇതിൽ 513 കാണിക്കുന്നത് 11 രൂപ TDS ആയിട്ട്, വീക്ക്ലി TDS ആയിട്ട് അത് ഡിഡക്റ്റ് ആവും. ടാക്സിൻ്റെതാണത്. അപ്പോൾ ഇൻസെൻറ്റീവ് എനിക്ക് അടിച്ചിരിക്കുന്നത് 160 രൂപയാണ്. അത് നാളെ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിൽ 4.5 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് 11 to 4 സ്വിഫ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. എൻ്റെ മൊബൈലിൽ 19% ചാർജ് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ച് ഇനി ഓടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ വീട്ടിൽ ഞാനിപ്പോൾ അവസാനത്തെ ഓർഡർ എടുത്തിരിക്കുന്നത് പട്ടത്ത് വെച്ചിട്ടാണ്. അത് പിന്നെ 39% ചാർജ് മാത്രമേ ബാക്കിയുള്ളൂ. 39 കിലോമീറ്റർ ഓടുള്ളൂ. 66 കിലോമീറ്റർ ഓടി. അപ്പോൾ 66 കിലോമീറ്റർ ഓടിയ സമയത്ത് എത്രയാണ്? എനിക്ക് 513 രൂപയാണ് കിട്ടിയത്. ഇനി എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ എനിക്കൊരു 15 കിലോമീറ്ററോളം സഞ്ചരിക്കാനുമുണ്ട്. അപ്പോൾ ഏകദേശം 80 കിലോമീറ്ററിന് അടുപ്പിച്ച് വണ്ടി ടോട്ടൽ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഈ 80 കിലോമീറ്റർ ഓടിയപ്പോൾ എനിക്ക് 513 രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നാളെ ഇൻസെൻറ്റീവിൻ്റെ ക്യാഷും കൂടെ കിട്ടുമ്പോൾ 660 രൂപ അടുപ്പിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓടിയത് വെച്ചിട്ട് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. കാരണം 25 രൂപയ്ക്ക് നമുക്കിത് വൻ നഷ്ടം. ഈ മഴ ഉള്ളത് കൊണ്ടാണ്. 20 രൂപയുടെ സർജ് മഴ ഉള്ളതും കൂടെ കൊണ്ടാണ്. അതെല്ലാത്തിനൊന്നും കിട്ടിയിട്ടില്ല. മഴ ചാറിയ സമയങ്ങളിൽ മാത്രമാണ് അത് 25-ൻ്റെ ഓർഡർ 45 കിട്ടിയിട്ടുള്ളത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ വൻ നഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് മഴയില്ലാത്തൊരു ദിവസം നമുക്കൊന്ന് ഓടി നോക്കാം. അല്ലാതെ നമുക്ക് സൺഡേ ഓടിയാൽ എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.